പന്ത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് 11-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ 45-കാരന് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി 38 വർഷം കഠിന തടവിനും 3,35,000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു. കൊണ്ടോട്ടി പുതുക്കോട് പേങ്ങാട് ഫിദ മൻസിലിൽ സൈദലവിയെയാണ് ജഡ്ജി AM അഷ്റഫ് ശിക്ഷിച്ചത്. 2023 സെപ്റ്റംബർ 2-നാണ് കേസിനാസ്പദമായ സംഭവം. പേങ്ങാട് ഉരുളൻപറമ്പ് മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ പന്ത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തൊട്ടടുത്ത പണി തീരാത്ത വീട്ടിലേക്ക് കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം 367 പ്രകാരം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് 5 വർഷം കഠിന തടവ്, 25,000 രൂപ പിഴ. 377 വകുപ്പ് പ്രകാരം പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയതിന് 10 വർഷം കഠിന തടവ്, 1,00,000 രൂപ പിഴ. പോക്സോ ആക്ട് പ്രകാരം 3 വർഷം കഠിന തടവ്, 1,00,000 രൂപ പിഴ എന്നിങ്ങനെയാണ് ശിക്ഷ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പിഴയടക്കാത്ത പക്ഷം ഓരോ വകുപ്പിലും 1 മാസം വീതം അധിക തടവ് അനുഭവിക്കണം. ഇതിനു പുറമെ പോക്സോ ആക്ടിലെ മറ്റൊരു വകുപ്പ് പ്രകാരം 20 വർഷം കഠിന തടവ്, 2,00,000 രൂപ പിഴ. പിഴയടക്കാത്ത പക്ഷം 3 മാസത്തെ അധിക തടവ് എന്നിങ്ങനെയും ശിക്ഷയുണ്ട്. തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും പ്രതി പിഴയടക്കുന്ന പക്ഷം തുക അതിജീവിതന് നൽകണമെന്നും കോടതി വിധിച്ചു. കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന K ഫാത്തിൽ റഹ്മാനാണ് കേസ് രജിസ്റ്റർ ചെയ്തതും പ്രതിയെ അറസ്റ്റ് ചെയ്തതും. പോലീസ് ഇൻസ്പെക്ടർ KN മനോജാണ് തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A സോമസുന്ദരൻ 18 സാക്ഷികളെ കോടതി മുൻപാകെ വിസ്തരിച്ചു. 21 രേഖകളും ഹാജരാക്കി. പ്രോസിക്യൂഷൻ ലൈസൺ വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ N സൽമയും P ഷാജിമോളും പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതിയെ ശിക്ഷയനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.